വോട്ടർ പട്ടിക വിവാദത്തിൽ അന്വേഷണം. സുരേഷ് ഗോപിക്കെതിരെ ടി.എൻ. പ്രതാപൻ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ എ.സി.പിക്ക് അന്വേഷണ ചുമതല. നിയമോപദേശം തേടി പോലീസ്. വോട്ടെടുപ്പ് പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള വിവാദം പുകയുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് കൊള്ളയിൽ സുരേഷ് ഗോപി മൌനം വെടിയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും തൃശൂരിലും കൊല്ലത്തും ഇരട്ട വോട്ടെന്ന ആക്ഷേപം. വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കരടിയെന്ന സ്ഥിരീകരണം. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണ ഭീതിയിൽ വാൽപ്പാറ നിവാസികൾ. പൈങ്കുളത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പീഡനക്കേസ് പ്രതി ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മനക്കത്തൊടി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപിക്കെതിരായ കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്താൻ തീരുമാനം. കോൺഗ്രസ് നേതാക്കളുടെ പരാതി ഫയലിൽ സ്വീകരിച്ചതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ എ.സി.പിക്ക് അന്വേഷണ ചുമതല നൽകി. വിഷയത്തിൽ നിയമോപദേശം തേടുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. സുരേഷ് ഗോപിക്കെതിരെ കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി.എൻ. പ്രതാപനാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധമെന്നും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ചാണ് പ്രതാപൻ പോലീസിൽ പരാതി നൽകിയത്. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന നൽകി നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതെന്ന് പരാതിയിൽ പറയും. 6 മാസമായി ഈ വീട്ടിൽ താമസിക്കുമെന്നുള്ളതാണ് സത്യവാങ്മൂലം. ആ 6 മാസം ഇവിടെ താമസിച്ചിട്ടില്ല. 6 മാസത്തിന് ശേഷമുള്ളതാണ് വോട്ടർ പട്ടിക പേര് ചേർത്തത്. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. അത് ഉൾപ്പെടെ 14 പേര് കുടുംബാംഗങ്ങളുടെ പേര്, 11 കുടുംബാംഗങ്ങളുടെ പേര്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലമായിരുന്നു. വോട്ടെടുപ്പ് പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള വിവാദം പുകയുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്ത നിരവധി പേർക്ക് ഇരട്ട വോട്ടുള്ളതായാണ് ആരോപണം. RSS നേതാവ് KR ഷാജിക്ക് തൃശൂർ ഉദയനഗറിലും ആലത്തൂർ മണ്ഡലത്തിലെ ചേലക്കരയിലും വോട്ടുള്ളതായി ആരോപണമുയർന്നു. എന്നാൽ താൻ ആലത്തൂർ മണ്ഡലത്തിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് ഷാജി പ്രതികരിച്ചു. അതിനിടെ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതിന് കൂടുതൽ തെളിവുകളും പുറത്തുവന്നു. പൂങ്കുന്നത്ത് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് 79 പേരെ ക്രമരഹിതമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് കോർപ്പറേഷൻ മുൻ കൌൺസിലർ വത്സല ബാബുരാജ് ആരോപണമുന്നയിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് കൊള്ളയിൽ സുരേഷ് ഗോപി മൌനം വെടിയണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം. തൃശൂരിൽ 30,000 മുതൽ 60,000 വരെ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കാനാണ് സാധ്യത. സുരേഷ് ഗോപിയുടെ മൌനം ദുരൂഹമാണ്. മാന്യതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം. ഇത്രയും മറിമായം വേറെ എവിടെയും കണ്ടിട്ടില്ല. ഡ്രൈവറുടെ പേരും വോട്ടർ പട്ടികയിൽ ചേർത്തു. വ്യാപകമായി ഇത്തരത്തിൽ വ്യാജ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തും സുരേഷ് ഗോപി മോഡൽ സംഭവിച്ചതായും മന്ത്രി പറഞ്ഞു. ഇതുപോലുള്ള ഒരുപാട് അധികമാരാണ് 30,000 60,000 നോട്ടീസ് വന്നിട്ടുള്ളത്. ഇത്ര നോട്ടീസിലുള്ള മറിമായവും കള്ളത്തിലോ ഇതുവരെ കേരളം കണ്ടു. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ട് എന്ന ആരോപണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ഗോപിയും കുടുംബവും തൃശൂരിലാണ് വോട്ട് ചെയ്തത്. ഇദ്ദേഹത്തിന് കൊല്ലം ഇരവിപുരത്തും വോട്ടുണ്ടെന്നാണ് ആരോപണം. കൊല്ലം സ്വദേശികളായ ഗോപിനാഥൻ പിള്ള, ജ്ഞാനലക്ഷ്മി അമ്മ ദമ്പതികളുടെ 4 മക്കളിൽ മൂത്ത മകനാണ് സുരേഷ് ഗോപി. സുഭാഷ് ഗോപിയെ കൂടാതെ സനിൽ ഗോപി, സുനിൽ ഗോപി എന്നീ ഇരട്ട സഹോദരങ്ങൾ കൂടിയുണ്ട്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക അട്ടിമറി വെളിപ്പെടുത്തലിന്റെ മറവിൽ BJP വിജയത്തിന് ഉത്തരവാദികളായ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് രക്ഷപ്പെടാനാകില്ലെന്ന് മുൻ DCC ജനറൽ സെക്രട്ടറി P. യതീന്ദ്രദാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വടകരയിലെ ഉറച്ച സീറ്റ് ഉപേക്ഷിച്ച് K. മുരളീധരൻ തൃശൂരിലേക്ക് മത്സരിക്കാൻ വന്നത്. മുരളീധരൻ പരസ്യമായി തന്നെ കോൺഗ്രസ് നേതാക്കൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞ് പലരുടെയും പേരുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. KPCC അന്വേഷണ കമ്മീഷൻ കോൺഗ്രസ് നേതാക്കളുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയിട്ടും DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിനെ
വെപ്പിച്ച് ഒഴിവാക്കിയതിൽ മറ്റെന്ത് നടപടിയാണ് നേതൃത്വം സ്വീകരിച്ചതെന്ന് യതീന്ദ്രദാസ് ചോദിച്ചു. കോൺഗ്രസ് പരാജയത്തിലും BJP വിജയത്തിലും പ്രധാന ഉത്തരവാദിയായ അന്നത്തെ MP-ക്കെതിരെ നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, ജില്ലയിലെ കോൺഗ്രസിനെ മൊത്തം അദൃശ്യമായി നയിക്കുന്ന ചുമതല നൽകിയിരിക്കുകയാണെന്നും യതീന്ദ്രദാസ് പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റിയ ദിവസം ഞാൻ കാണുന്നത് എന്നെ ആ വാർത്ത കണ്ടിട്ട് എന്നെ 1-2 ചാനലുകാർ വിളിച്ചു വെച്ച് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടുണ്ടാകുന്നു. കൈരളിയിൽ വാർത്ത കണ്ടു, ഞാൻ അങ്ങനെ പ്രസ്താവന ഇറക്കിയെന്ന്. വാൽപ്പാറയിൽ 8 വയസ്സുകാരൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കരടിയെന്ന് സ്ഥിരീകരിച്ചു. അസം സ്വദേശി നൂറുൽ ഇസ്ലാമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. പുലിയുടെ ആക്രമണത്തിലാണ് മരിച്ചതെന്നായിരുന്നു നിഗമനം. എന്നാൽ ശരീരത്തിലെ മുറിവുകൾ കരടി ആക്രമണം മൂലമാണെന്ന പരിശോധനയിൽ തെളിഞ്ഞു. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണങ്ങൾ മൂലം വാൽപ്പാറ നിവാസികൾ ഭീതിയിലാണ്. പുലി ആക്രമണങ്ങളും മേഖലയിൽ പതിവാണ്. ചെറുതുരുത്തി പാഞ്ഞാളിൽ ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡനക്കേസിലെ പ്രതിയായ പാഞ്ഞാൾ സ്വദേശി ബാലകൃഷ്ണനെയാണ് ചെറുതുരുത്തി SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പൈങ്കുളം എഴുത്തച്ഛൻ പടിക്ക് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം. പൈങ്കുളം സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ മനക്കത്തൊടി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ അടുത്ത വീട്ടിൽ അഭയം തേടുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയായ ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ രണ്ടാമത്തെ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചായി തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി തൃശൂരിൽ പ്രഖ്യാപിച്ചു. ചടങ്ങിൽ സ്മാർട്ട് രജിസ്ട്രേഷൻ കാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഡയറക്ടർ സൂഫിയാൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് ഡയറക്ടർ PK മോഹൻദാസ്, കൌൺസിലർ റിജി ജോയ്, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ R. അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചായി ഉയർത്തിയതോടെ രജിസ്ട്രേഷൻ പുതുക്കൽ, സീനിയോറിറ്റി ലിസ്റ്റിന്റെ പരിശോധന, രജിസ്ട്രേഷൻ പ്രാഥമിക ഘട്ടം എന്നിവയൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇനി മുതൽ സ്മാർട്ട് രജിസ്ട്രേഷൻ കാർഡുകളും ലഭിക്കും. കണ്ടാണശ്ശേരി അരിയന്നൂരിൽ കാറും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ടാക്സി ഡ്രൈവർ വേലൂർ സ്വദേശി സുരേഷ്, യാത്രക്കാരി വേലൂർ സ്വദേശിനി മുല്ലക്കൽ അനിത എന്നിവർക്കാണ് പരിക്കേറ്റത്. അരിയന്നൂർ മുസ്ലിം പള്ളിക്ക് സമീപം രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റവരെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSFE ഗോൾഡ് അപ്രൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. സുനിൽ അധ്യക്ഷത വഹിച്ചു. PK ഷാജൻ, R. ആനന്ദസ്വാമി, T. സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ പ്രസിഡന്റായി K. സുനിലിനെയും സെക്രട്ടറിയായി TV വിനോദിനെയും തിരഞ്ഞെടുത്തു. KSFEയിലെ മുഴുവൻ ഗോൾഡ് അപ്രൈസർമാരെയും സ്ഥിരപ്പെടുത്തണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ആധുനിക സമൂഹം നേരിടുന്ന എല്ലാ വെല്ലുവിളികളും ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയുന്ന സമൂഹമായി നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ യുവജനങ്ങളുടെ ശേഷിയും അറിവും കഴിവുമെല്ലാം വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. അന്താരാഷ്ട്ര യുവജന ദിനം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യുവജനങ്ങളുടെ സാമൂഹിക അവബോധം ശക്തിപ്പെടുത്തുക, സാമൂഹിക പ്രതിബദ്ധതയുടെയും മാനവികത മൂല്യങ്ങളുടെയും കാര്യത്തിൽ അവരെ നല്ല ദിശാബോധം നൽകി വളർത്തിയെടുക്കുക എന്നിവയെല്ലാം ഇത്തരത്തിൽ വളരെ പ്രസക്തിയുള്ള കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. NSS പോലുള്ള മാതൃകാ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും ഏറെ അത് സന്തോഷകരമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ K. സഖീന വിഷയാവതരണം നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ഷാജൻ, ഡിവിഷൻ കൌൺസിലർ റിജി ജോയ്, ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലിയിൽ കോളേജ് വിദ്യാർത്ഥികൾ, ആരോഗ്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രക്രിയയുടെ ഭാഗമായിട്ട് രാജ്യാതിർത്തികൾ അനുനിമിഷം മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോക സാഹചര്യത്തിൽ 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക സമൂഹം നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിവുള്ള
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എം തുളസി, ടി ജി രാമചന്ദ്രൻ, സി ബി കുഞ്ഞുമുഹമ്മദ്, കെ കെ സഫിയ തുടങ്ങിയവർ സംസാരിച്ചു. യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ചയാളെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴയന്നൂർ കല്ലേപ്പാടം രാജീവ് ഭവൻ ഉന്നതിയിലെ കാളംതൊടിയിൽ കാസിമിനെയാണ് പോലീസ് പിടികൂടിയത്. ജൂലൈ 30-ന് കല്ലേപ്പാടത്തെ വീട്ടിൽ വെച്ച് യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ഒളിൽ പോയ പ്രതിയെ പെരിന്തൽമണ്ണയിൽ നിന്നാണ് പഴയന്നൂർ പോലീസ് സിഐ കെ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഭാര്യയെ തെരുവിലിട്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത കടങ്ങോട് പഞ്ചായത്തിലെ 11-ാം വാർഡ് മെമ്പർ മുഹമ്മദ് കുട്ടി ആദൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വനിതാ പ്രസിഡന്റായുള്ള LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി സ്ത്രീ പീഡന കേസിൽ പ്രതിയായ മെമ്പറെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ പുറത്താക്കാൻ തയ്യാറാകണമെന്നും മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ അധ്യക്ഷയായി. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, മണ്ഡലം പ്രസിഡന്റ് ഷറഫു ബന്ദിത്തളം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കല്യാണി S നായർ, ഗിന്നസ് സത്താറാദൂർ, സജീവ് ചാത്തനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ PTA പ്രസിഡന്റുമാർക്കായി ഏകദിന ശില്പശാല നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ സമേതത്തിന്റെ ഭാഗമായി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൌൺസിലിംഗ് സെല്ലിന്റെയും കിലയുടെയും സഹകരണത്തോടെ നടത്തിയ ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. TV മദന മോഹനൻ, TS സരിത, ഷീബ ജോസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ജില്ലാതലത്തിൽ PTA പ്രസിഡന്റുമാരുടെ കൂട്ടായ്മ രൂപീകരിച്ചു. ഭാരവാഹികളായി KS കൈസാബ്, ജീവൻ അഞ്ചേരി, ബഫീഖ് ബക്കർ, M അരവിന്ദാക്ഷൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. നവതിയുടെ നിറവിലെത്തിയ മുൻ IAS ഉദ്യോഗസ്ഥൻ TN ജയചന്ദ്രൻ ആദരമേകി തുമ്പമൺ തങ്കപ്പൻ രചിച്ച പുസ്തകം നാളെ സാഹിത്യ അക്കാദമിയിൽ പ്രകാശനം ചെയ്യും. വൈകിട്ട് 5:30-ന് വൈലോപ്പള്ളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ TN ജയചന്ദ്രന് നൽകി പ്രകാശനം നിർവഹിക്കും. പുസ്തകത്തിന്റെ എഡിറ്റർ തുമ്പമൺ തങ്കപ്പൻ, കവി അംബിദാസ്, KJ വാസുദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തങ്ങാലൂർ ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ നാളെ സമാധാന യാത്ര സംഘടിപ്പിക്കും. രാവിലെ 9-ന് അമല ആശുപത്രിയിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി എന്നിവർ മുഖ്യാതിഥികളാകും. ജോയിന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ നങ്ങിണി, PTA വൈസ് പ്രസിഡന്റുമാരായ ജെയിംസ് നീലങ്കാവിൽ, വിനോദ് രംഗരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആനകൾക്കുള്ള ചികിത്സാ കേന്ദ്രം എരുമപ്പെട്ടിയിൽ യാഥാർത്ഥ്യമാകുന്നു. ഇന്ന് ലോക ഗജദിനം. എരുമപ്പെട്ടി ചിറ്റണ്ടയിലാണ് ഗജ നാച്ചുറൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നത്. കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിന് കീഴിലാണ് ആനകൾക്കായി ചികിത്സാ കേന്ദ്രമൊരുക്കുന്നത്. നേരത്തെ ആരംഭിച്ച പദ്ധതി ഏറെ നാളായി നിലച്ചിരിക്കുകയായിരുന്നു. ആനകൾക്കുള്ള സംരക്ഷണ കേന്ദ്രം എന്നതിനൊപ്പം ടൂറിസം പദ്ധതികൾക്കും തുടക്കമിടുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ KP മനോജ് കുമാർ, സെക്രട്ടറി P ശശികുമാർ എന്നിവർ പറഞ്ഞു. ചിറ്റണ്ടയിൽ വനഭൂമിയോട് ചേർന്ന 32 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തയിലേക്ക്. ലോക ഗജ ദിനത്തോടനുബന്ധിച്ച് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ ചിമ്മിനി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും കവല ഫോറസ്റ്റ് സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചിമ്മിനി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വാവള ഭാഗത്ത് മുള, പന തൈകൾ നടിയിലും എച്ചിപ്പാറ ട്രൈബൽ സ്കൂളിലെ കുട്ടികൾക്കായി വനയാത്രയും കവല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആനപ്പാന്തം വനഭാഗത്ത് പനത്തൈകളും നട്ടു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ മുഹമ്മദ് ഷെരീഫ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ബെസ്റ്റിൻ വർഗീസ്, എച്ച് ലെജിൻ എന്നിവർ നേതൃത്വം നൽകി. പ്രഥമ നാട്യവേദ പുരസ്കാരം നർത്തകി പത്മവിഭൂഷൺ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. തിരുവനന്തപുരം നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് ഗുരുവായൂർ ടൗൺഹാളിൽ നടക്കുന്ന ത്രിദിന ഗുരുവായൂർ ഫെസ്റ്റിൽ കഥകളി കലാകാരൻ സദനം കൃഷ്ണൻകുട്ടി അവാർഡ് സമ്മാനിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന നൃത്തോത്സവത്തിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ മോഹിനിയാട്ട നർത്തകർ ചുവടുവയ്ക്കും. നാട്യവേദ പ്രസിഡന്റ് കെ വിജയചന്ദ്രൻ, സെക്രട്ടറി സുന്ദർ മേലയിൽ, കലാമണ്ഡലം സോണി, വിനോദ് മങ്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ വെങ്കിടങ്ങ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. ഈ മാസം 15-ന് നടക്കുന്ന ഡിവൈഎഫ്ഐ സമര സംഗമത്തിന്റെ പ്രചരണാർത്ഥമാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചത്. പാടൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ ആർ എ അബ്ദുൽ ഹക്കീം, ടി ആർ സുരേന്ദ്രൻ, കെ എ ബാലകൃഷ്ണൻ, പി ജി സുബിൻദാസ്, കെ കെ ബാബു തുടങ്ങിയവർ കാൽനട ജാഥയ്ക്ക് നേതൃത്വം നൽകി. വാഹനങ്ങൾക്കിടയിലൂടെ ഓടി ആംബുലൻസിന് വഴിയൊരുക്കിയ വനിതാ പോലീസ് ഓഫീസറെ ആംബുലൻസ് ഓണേഴ്സ് ക്യാപ്റ്റൻ ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷൻ ആദരിച്ചു. അത്യാസന്ന നിലയിൽ രോഗിയുമായി പോയ ആംബുലൻസിന് വഴിയൊരുക്കിയ തൃശൂർ വനിതാ പോലീസ് സ്റ്റേഷൻ ASI അപർണ ലവകുമാറിനെയാണ് ആദരിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് ഗുരുവായൂർ, ജില്ലാ പ്രസിഡന്റ് പ്രമോദ്, ജെയ്സൺ ചേർപ്പ്, അഖിൽ, സൌരവ് എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KSSPU തൃശൂർ ഈസ്റ്റ് ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ, TN വിജയദേവി, A ആറുമുഖൻ, MS ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വോട്ട് കൊള്ളയ്ക്കെതിരെ കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. DCC സെക്രട്ടറി P സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തോടെ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ശിവൻ വീട്ടിക്കുന്ന്, M അയ്യാവു, K സുധേവൻ, ബിജു തടത്തിവിള എന്നിവർ സംസാരിച്ചു. പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കി പോസ്റ്റൽ സർവീസ് സ്വകാര്യവൽക്കരിക്കാനും അതുവഴി തൊഴിൽ നിഷേധിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ LDF മേത്തല ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽത്തുരുത്ത് പോസ്റ്റ് ഓഫീസിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. CPM ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. CPI മേത്തല ലോക്കൽ സെക്രട്ടറി PA ജോൺസൺ, CPM കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ്, LDF ഈസ്റ്റ് മേഖലാ കൺവീനർ CV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പേവിഷ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി എടവിലങ്ങ് പഞ്ചായത്തിൽ തെരുവ് നായ്ക്കൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു. മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയിൽ തെരുവ് നായ്ക്കളുടെ പ്രതിരോധ കുത്തിവയ്പിന് പുറമെ വളർത്തു നായ്ക്കളുടെ ലൈസൻസിംഗ്, ആക്രമണകാരികളായ നായ്ക്കൾക്ക് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ, വന്ധ്യംകരണം, ബഹുജന ബോധവൽക്കരണ പരിപാടി എന്നിവ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ പ്രതിരോധ കുത്തിവയ്പ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാഹിന ജലീൽ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മുല്ലശ്ശേരിയിൽ നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് RP റഷീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KP ജോസഫ്, KS പരമേശ്വരൻ, VM ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ദയനീയമായ 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, PFRDA നിയമം പിൻവലിച്ച് സാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി മാർച്ച് നടത്തി. വടക്കാഞ്ചേരി സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന ധർണ KSSPU ജില്ലാ കമ്മിറ്റി അംഗം തോമസ് M മാത്യു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് MJ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK സജീവൻ, ട്രഷറർ K നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു.
അങ്കമാലി റോട്ടറി ക്ലബിന്റെ ആദിവാസികൾക്കായുള്ള പ്രൊജക്ട് ആശ രണ്ടാംഘട്ട പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. വെള്ളിക്കുളങ്ങര കാരിക്കടവ് ഉന്നതിയിൽ ഹൈക്കോടതി ജഡ്ജി PM മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കി പണിത വീടിന്റെ താക്കോൽ രാധാമണിക്ക് കൈമാറി. കമ്മ്യൂണിറ്റി ഹാളിലേക്കുള്ള ഇൻവെർട്ടർ ലൈറ്റുകൾ, ഫാനുകൾ, മൊബൈൽ ഫോൺ, മേശ, കസേരകൾ, ലൈബ്രറി, പുസ്തകങ്ങൾ തുടങ്ങിയവയും വിതരണം ചെയ്തു. അങ്കമാലി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കിറോഷ് രാജൻ പൊന്നമ്പിൽ അധ്യക്ഷത വഹിച്ചു. EP ജയചന്ദ്രൻ, K ഷിനോജ്, ഊരുമൂപ്പൻ ചന്ദ്രൻ, സവിത ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി പോട്ടയിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ നവീകരിച്ച ഗ്രാമീണ വായനശാലയുടെ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം 15-ന് നടക്കും. വൈകിട്ട് 5-ന് പോട്ട പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ പുതിയ വായനാമുറിയുടെയും ഡിജിറ്റൽ ലൈബ്രറിയുടെയും ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കും. ഫാദർ ജോസ് തെക്കേക്കര മേലേപ്പുറം മെമ്മോറിയൽ ട്രസ്റ്റാണ് വായനശാലയുടെ നവീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ചത്. പ്രസിഡന്റ് വത്സൻ ചമ്പക്കര, പോൾസൺ മേലേപ്പുറം, അമൃത ലൈജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാള പൊയ്യ പഞ്ചായത്തുകളിലെ അതിർത്തിയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളി. തിങ്കളാഴ്ച വൈകിട്ടാണ് ശങ്കരൻകാവ് റോഡിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയത്. സംഭവത്തിൽ പരിസരവാസിയായ എടാട്ടുകാരൻ ജെഫ് മാള പോലീസിലും മാള പൊയ്യ പഞ്ചായത്തുകളിലും പരാതി നൽകി. മാള പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന വാഹനത്തെ തിരിച്ചറിഞ്ഞ് ചിത്രം സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. മാള മേഖലയിൽ തുടർച്ചയായ ഭക്ഷണാവശിഷ്ടങ്ങൾ വഴിയോരത്ത് തള്ളുന്നുണ്ട്. ജലത്തിൽ വിസ്മയം തീർക്കുകയാണ് 4.5 വയസ്സുകാരി അരുവി. വെള്ളത്തിലുള്ള ഈ കുരുന്നിന്റെ പ്രകടനം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. കടങ്ങോട് തെക്കുമുറി നെടിയടത്ത് അനീഷ് നിമ ദമ്പതികളുടെ മകളായ അരുവി നീന്തലിൽ അതിവിദഗ്ധയാണ്. 3.5 വയസ്സുള്ളപ്പോഴാണ് അരുവി നീന്തൽ പഠിച്ചത്. ഫുട്ബോൾ കോച്ചായ പിതാവ് അനീഷാണ് അരുവിയെ നീന്തൽ പരിശീലിപ്പിച്ചത്. കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ അധികരിച്ചു വരുന്ന കാലഘട്ടത്തിൽ സ്വയരക്ഷയ്ക്കും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനും പ്രാപ്തയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പരിശീലിപ്പിച്ചതെന്ന് അനീഷ് പറഞ്ഞു. ഞങ്ങളൊരു 3.5 വയസ്സ് മുതലേ ആള് നീന്തല് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏട്ടന്റെ കുട്ടികളാണ് ഇവരിനെയും ഒരു കൊല്ലത്തോളമായി ഇവര് നീന്തൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളായി ഇങ്ങനെ കേൾക്കുന്നു, ഈ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പഠിപ്പിച്ച് അവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ വേറെ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ പെടുമ്പോൾ രക്ഷപ്പെടുത്താനുള്ളൊരു ഇതും കൂടി ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവരെ ചെറുപ്പം മുതലേ നീന്തൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായത്. വെള്ളത്തിൽ ദീർഘസമയം കമിഴ്ന്നും മലർന്നും പൊങ്ങിക്കിടക്കാനും അരുവിക്ക് കഴിയും. എയാൾ നിർമ്മലമാതാ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അരുവി. അനീഷിന്റെ സഹോദരൻ അജിത്തിന്റെ മകൾ 8 വയസ്സുള്ള അദ്രിക ലക്ഷ്മിയും നീന്തലിൽ വിദഗ്ധയാണ്. അദ്രികയുടെ അനുജൻ 5.5 വയസ്സുള്ള അയനും നീന്തൽ പരിശീലിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പാർപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവരെയും പരിശീലിപ്പിച്ചത് അനീഷാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിയായ CV അർജുന് അഭിമാന നേട്ടം. UAEയിൽ നടന്ന 6ാമത് ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിലാണ് അർജുൻ സ്വർണ്ണ മെഡലോടെ നേട്ടം വരിച്ചത്. ട്രഡീഷണൽ അസൻസ് ജൂനിയർ വിഭാഗം മത്സരയിനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചാണ് അർജുൻ സ്വർണം കരസ്ഥമാക്കിയത്. കുമ്പളങ്ങാട് സ്വദേശി പടിഞ്ഞാറേക്കര ചാഴിക്കുളം വീട്ടിൽ വിജയന്റെയും സുനിതയുടെ മകനാണ് അർജുൻ. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായിയുമായ CK സണ്ണി ജേഴ്സികൾ സമ്മാനിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം KT ഷാജൻ, പ്രധാന അധ്യാപകർ K വെങ്കിട്ടമൂർത്തി, AJ ജനീർലാൽ, മേഴ്സി മാത്യു, ഫുട്ബോൾ പരിശീലകൻ MM വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു.
കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കാക്കശ്ശേരി അനശ്വര ക്ലബ്ബ് സ്പെഷ്യൽ യൂണിഫോം നൽകി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സ്പെഷ്യൽ യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC മോഹൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് മുരളി പുതുവനശ്ശേരി, അധ്യാപകരായ പ്രിൻസി തോമസ്, ജിനി പോൾ, നിജി ജോസഫ് എന്നിവർ സംസാരിച്ചു. ചേലക്കര പഞ്ചായത്ത് യൂത്ത് കോൺഗ്രസ് 18ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി. വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് റോഡിലെ കുഴികളിൽ വാഴ നട്ടു. DCC ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് കലാമണ്ഡലം അധ്യക്ഷത വഹിച്ചു. അഖിലാഷ് പാഞ്ഞാൽ, ശ്രീജിത്ത്, TA ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. വിളറക്കാട് നടന്ന സംഗമം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനാണ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് MLA പറഞ്ഞു. യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ, ബ്ലോക്ക് അംഗം KK മണി തുടങ്ങിയവർ സംസാരിച്ചു. BJPയുടെ ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറയാനാണ്. ഇവിടെ നിന്ന് നമ്മുടെ ഒരാളേ ഉള്ളൂ, രാധാകൃഷ്ണൻ, നമ്മുടെ MP പാർലമെൻറ്റിൽ. കോൺഗ്രസിന് 18 പേരുണ്ട്. ഒരക്ഷരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി അവർ വർത്തമാനം പറയാറില്ല. പാർലമെൻറ്റിൽ 18 ആളുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ അല്ലല്ലോ. ഒരൊറ്റയാൾ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ആവശ്യത്തിന് വേണ്ടി ഇന്നത് ചെയ്യണം. നിങ്ങളൊക്കെ പത്രവും TV ഒക്കെ കാണുന്നവരല്ലേ? ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ MP, മുമ്പ് കോൺഗ്രസിൻ്റെ MP ഇവിടെ നിന്നുണ്ടായിരുന്നു. വോട്ടിൻ്റെ സമയമാകുമ്പോൾ ആ സ്ഥലത്തൊക്കെ വന്ന് 4 ലോഹ്യം പറഞ്ഞു പോകുന്നതിൻ്റെ അപ്പുറത്ത് തൊഴിലാളിയുടെ പ്രശ്നത്തിൽ ഇടപെടാൻ ആരും ഉണ്ടായിട്ടില്ല. കർഷക സംഘം പഴഞ്ഞി മേഖലാ സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പട്ടയത്ത് ഗോപി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പ്രസിഡന്റ് AJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. നെല്ല് സംഭരണ വില ഉയർത്തണമെന്നും വിളനാശം സംഭവിച്ചവർക്ക് ഇൻഷുറൻസ് തുക ഉടൻ ലഭ്യമാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പന്നിത്തടം മേഖലാ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം മീന സാജൻ, CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മടുപ്പൂട്ടി സെന്റ് MMC UP സ്കൂളിൽ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച അധ്യാപകരെ ഉപഹാരം നൽകി ആദരിച്ചു. ഫാദർ സ്റ്റീഫൻ ജോർജ്, KV രാജേഷ്, സൂര്യകുമാർ, ഷൈജി ശ്യാമു, CC ഷെറി എന്നിവർ സംസാരിച്ചു. പനി ബാധിച്ച വയോധികൻ മരിച്ചു. കല്ലൂർ കരുവാക്കുന്ന് കരുവാൻ വീട്ടിൽ 66 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ പുഴയിൽ ചാടിയ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ചാത്തുങ്ങൽ രാജീവിന്റെ ഭാര്യ 42 വയസ്സുള്ള ലിപ്സിയുടെ മൃതദേഹമാണ് ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറ കടവിൽ നിന്നും കണ്ടെടുത്തത്. തിങ്കളാഴ്ച വൈകിട്ടാണ് അധ്യാപിക സ്കൂട്ടറിൽ തനിച്ച് അതിരപ്പള്ളിയിലേക്ക് വന്നത്. പിള്ളപ്പാറ കപ്പേളയ്ക്ക് സമീപം സ്കൂട്ടർ വെച്ച ഇവർ പുഴ തീരത്തേക്ക് പോകുന്നത് പരിസരവാസികൾ കണ്ടിരുന്നു. പെൻഷൻ പരിഷ്കരണം ആരംഭിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചാവക്കാട് വടക്കേ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ്, PI സൈമൺ, KA വാസു എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ലാബ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിര സമിതി ചെയർമാൻ EK സദാശിവൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിര സമിതി ചെയർമാൻ ജിജോ ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു.
ഇവിടെ സ്വാഗത പ്രസംഗത്തേക്ക് സ്കൂളിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. PFRDA നിയമം പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ്, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ K. സുബ്രഹ്മണ്യൻ, A. പവിഴം, VK അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കടങ്ങ് ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഇല്ലനിറ നടന്നു. പൂജകൾക്ക് മേൽശാന്തി ചേറ്റുകുളം ജയദേവൻ ഭട്ടതിരിപ്പാട്, മാന്തിട്ട വിഷ്ണു ഹരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ജാതവേദൻ ഭട്ടതിരിപ്പാട്, ബിജു നമ്പൂതിരി, ഏപ്രത്ത് ശിവദാസ്, K. ശ്രീധരൻ, TR അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 53ാമത് ആണ്ട് നേർച്ച ഈ മാസം 14, 15, 16 തീയതികളിൽ നടക്കും. 14 രാവിലെ ഷംസുദ്ദീൻ മുസ്ലിയാർ പൊന്മാനിക്കുടം കൊടിയേറ്റ് നിർവഹിക്കും. വൈകിട്ട് 7 നടക്കുന്ന സ്വലാത്ത് മജ്ലിസിനും പ്രഭാഷണത്തിനും നൌഫൽ സക്കാഫി നേതൃത്വം നൽകും. ശനിയാഴ്ച രാവിലെ 8 നടക്കുന്ന മൗലീദ് പാരായണത്തിന് ഇസഹാഖ് ദാരുമി നേതൃത്വം നൽകും. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. വൈകിട്ട് 4 നടക്കുന്ന ഗദ്ധം ദുആയ്ക്ക് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകും. KS സെയ്ദ് മുഹമ്മദ് അബ്ദുൽ ഖാദർ, MS ഈസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ അന്വേഷണം. സുരേഷ് ഗോപിക്കെതിരെ TN പ്രതാപൻ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ACPക്ക് അന്വേഷണ ചുമതല. നിയമോപദേശം തേടി പോലീസ്. വോട്ടെടുപ്പ് പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള വിവാദം പുകയുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൊള്ളയിൽ സുരേഷ് ഗോപി മൗനം വെടിയണമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും തൃശൂരിലും കൊല്ലത്തും ഇരട്ട വോട്ടെന്ന ആക്ഷേപം. വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കരടി എന്ന സ്ഥിരീകരണം. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണ ഭീതിയിൽ വാൽപ്പാറ നിവാസികൾ. പൈങ്കുളത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പീഡനക്കേസ് പ്രതി ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മനക്കത്തൊടി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.